അല്ലാചാരി നിങ്ങളെ പണിക്കാരനോ എന്റെ തെറ്റി ഒന്ന് ഇട്ടിരുവോ? 2 ദിവസത്തേക്ക് ഇപ്പൊ ഈ കൊണ്ടുപോകണ എനിക്ക് ഇറക്കേടൊന്നുമില്ല. ഓക്കെങ്കിൽ ഇവിടുത്തെ പണി ചെയ്യണം. ഇവിടെ ഇപ്പൊ കുറച്ച് വേണം പണിയെടുക്കാൻ. അത് എടുത്തിട്ട് ഈ കൊണ്ടുപോയിക്കോ. അതെന്താ വെച്ചാല് ഓനെപ്പോലെ ഒരു ബസ്സുള്ള പണിക്കാര് ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട്. പണിക്കാരെ കിട്ടാൻ വേണ്ടിട്ടാണ് ഞാനും പറഞ്ഞത്. ഓന്റെ അച്ഛനായി നമ്മളെ പണിക്കാരന് പണ്ട്. ഓന്റെ അച്ഛനതിനെല്ലാ പണിയെടുത്തു. അന്നൊക്കെ ബലും ബീച്ച് മക്കളാണ്. ഓനിങ്ങനെ വരിയായിരുന്നു ഇവിടെ. എനിക്ക് ഓരോട് നല്ലൊരു ഇഷ്ടമായി. മണ്ണിങ്ങനെ കുത്തിയിരിക്കും മൂപ്പര്. കൊറേ കുട്ടിയുണ്ടെങ്കിൽ കഞ്ഞിയൊക്കെ കുടിച്ച് അങ്ങനെ അങ്ങ് പോവും. എന്ത് പറഞ്ഞാലും ഓൻ കൂട്ടി വെക്കും. പണിന്ന് പറഞ്ഞാല് വല്ലാത്തൊരു പണിയായിരുന്നു ഓന്റെ പണി. അൽഹംദുലില്ലാ ഞാൻ വിചാരിക്കാത്ത പണിയും കൂടി ഓൻ എടുത്തിണ്ടാവും. നമ്മൾ കണ്ടെത്തി ചെന്നാല് അതാ ഓന്റെ കോണം. ഞാനോനെ പണി എടുത്തിട്ട ഇത് എടുക്കേണ്ടതായിരുന്നില്ലേന്ന് ഞാൻ ആലോചിക്കന്നെ. ഓനെ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ നോക്കിയും കണ്ടും എടുക്കുന്നൊരു വല്ലാത്തൊരു പണിക്കാരനാ ഓൻ. ഓന്റെ ഒരു പണിക്കാരൻ നാട്ടിൽ ആരുമില്ല. അതിനിപ്പോ ഞങ്ങക്ക് കാണണമെങ്കിൽ ഓനെ കണ്ടെത്തുന്നുണ്ട്. നമുക്ക് കാട്ടു പോവാൻ മഴ ഒന്ന് പറഞ്ഞാട്ടെ. അതങ്ങനെ തന്നെ. ലേശം ഒരു ചോർച്ചുണ്ട്. നമ്മളൊന്ന് പോയി നോക്കുക. ഓനെ പറമ്പിലുണ്ട്. ഓന്റെ പണി ഓന് പണിയെടുത്തു. കണ്ടോ? ഓ നല്ല പണിയിലാ. അതാ അവന്റെ പണിയുടെ ഒരു പവർ. നോക്കി ചങ്ങായിമാരൊക്കെ സമ്മതിക്കട്ടെ. അടുപ്പിലേക്ക് കളിക്കാറ്.